ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർക്കാർ എടുത്ത നടപടികൾ പ്രതിപക്ഷ കക്ഷികളോട് വിശദീകരിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ, കാരണം ഇത് ദേശീയ താല്പര്യത്തിന്റെ വിഷയവുമാണ്. അപ്പോൾ ഭീകരതയെ എങ്ങനെ നേരിടണോ അങ്ങനെ നേരിടുന്നു, ഏറ്റവും ഉചിതമായ നിലയിൽ, ഏറ്റവും കൃത്യമായ അനുപാതത്തിൽ എന്ന നിഗമനത്തിലാണോ പാർട്ടിയും, കോൺഗ്രസ് പാർട്ടിയും? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭൂമിയിൽ കയറി വന്ന് പാകിസ്ഥാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തെ സിവിലിയൻസിനെ വെടിവെച്ച് കൊല്ലുകയും ടൂറിസ്റ്റെ കൊല്ലുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തു എന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ലോകത്തിൻ്റെ മുൻപിൽ തന്നെ ഇന്ത്യ എന്നുള്ള ഒരു മതേതര രാജ്യത്തിൻ്റെ കൃത്യമായ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു രാജ്യത്തിൻ്റെ, ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രവർത്തനം എത്തരത്തിലുള്ളതാണ് എന്ന് കൂടെ കാണിക്കുന്നതാണ്. പാകിസ്ഥാനെ പോലെ ഭീരുത്വത്തിൽ മാത്രം ഉള്ള ഒരു നടപടിയല്ല, ഭീരുത്വത്തിൻ്റെ അകമ്പടിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്തത്. നമ്മൾ കൃത്യമായിട്ട് അളന്ന് തൂക്കി നമ്മുടെ ടാർഗറ്റ് ആരാണ്, ഭീകരവാദ കേന്ദ്രങ്ങളാണെന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ആ പ്രത്യാക്രമണം അത് കൃത്യമായിട്ടും വിജയിച്ചു എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും വിലയിരുത്തൽ. ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന്, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് എല്ലാം പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസും ഈ രാജ്യത്തെ പ്രതിപക്ഷവും ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടുള്ള. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഒപ്പം തന്നെയാണ് ഞങ്ങൾ. സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. സൈന്യമെടുത്ത നിലപാടുകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നമ്മൾ പാകിസ്ഥാന് മറുപടി കൊടുക്കുക മാത്രമല്ല, കൃത്യമായിട്ടുള്ള അന്തസ്സുള്ള നിലപാട് ഉള്ള ഒരു പ്രത്യാക്രമണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് ആത്മവിശ്വാസം കൂടി നൽകുന്ന, നമുക്ക് എന്ത് വന്നാലും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ നമ്മുടെ രാജ്യത്തെ സൈന്യം സജ്ജമാണെന്ന്. ഈ രാജ്യത്തിൻ്റെ സൈന്യം പാകിസ്ഥാനെ പോലെയല്ല, അവിടുത്തെ ജനങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു ഭരണ നേതൃത്വമാണ് ഉള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് ഈ രാജ്യത്തെ ജനത ഒന്നാകെ, ഭരണ നേതൃത്വവും പ്രതിപക്ഷവും എല്ലാം, രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നോക്കൂ, അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനുള്ളത്. അവിടുത്തെ മനുഷ്യരെ യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിടാൻ പോലും ഒരു താല്പര്യക്കുറവുമില്ലാത്ത, എന്തിനും തയ്യാറായിട്ടുള്ള, എത്ര മനുഷ്യരെ, സിവിലിയൻസിനെ വേണമെങ്കിലും ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഭരണ നേതൃത്വം പാകിസ്ഥാനിലുള്ളപ്പോൾ, അവരുടെ പട്ടാളക്കാരെ എത്ര പേരെ വേണമെങ്കിലും ബലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുള്ളപ്പോൾ, തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വിടുപണി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും അവിടെ ഉള്ളപ്പോൾ, ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളോടൊപ്പം ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും, പൗരന്മാർ മുഴുവനും, 142 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഒന്നടങ്കം സൈന്യത്തെ പിന്തുണച്ച് സൈന്യത്തിന്റെ പുറകിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പട്ടാളക്കാർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പോരാടുമ്പോൾ ആ പട്ടാളക്കാർക്ക് പിന്തുണയുമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മതേതര കൂട്ടായ്മയോടുകൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്.